എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ പേജിലാണ്, പാഠം തുടങ്ങുകയാണ്. ഓക്കെ, 21ാമത്തെ പേജിൽ. ഓക്കെ, 3 days പാസ്റ്റ്, അതായത് 3 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഹി റീ അപ്പിയേർഡ്, അദ്ദേഹം വീണ്ടും വന്നു, അല്ലെങ്കിൽ 3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും വന്നു. ഇറ്റ് വാസ് ഈവനിങ്, അതൊരു വൈകുന്നേരമായിരുന്നു. ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. അതായത് പിച്ച് ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരിരുട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്താണ് അർത്ഥം വന്നത്? ആൻഡ് പിച്ച് ഡാർക്ക്, അതായത് കൂരിരുട്ട്. കൂരിരുട്ടായിരുന്നു. വെൻ ഐ ഹേഡ്, ഞാൻ കേട്ടപ്പോൾ. എ വിസ്പർ, വിസ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ചെറിയ രീതിയിലുള്ള ഒരു മറുപടി, അതായത് ഈ ചെവിയിൽ പറയുന്ന പോലെ ചെറിയ ശബ്ദത്തിലുള്ള ഒരു ഒച്ചയിലുള്ള ശബ്ദം ഞാൻ കേട്ടത്. അണ്ടർ മൈ ലോഫ്റ്റ്, അതായത് എൻ്റെ ആ ഒരു മുറിയുടെ താഴെ, അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന തട്ടിൻപുറത്തുള്ള മുറിയുടെ താഴെ ആ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഹലോ, ആർ യു ദേർ? നിങ്ങൾ അവിടെ ഉണ്ടോ? ഹലോ, നിങ്ങൾ അവിടെ ഉണ്ടോ? ആർ യു, നിങ്ങൾ. ദേർ, നിങ്ങൾ അവിടെയുണ്ടോ? യെസ്, ഉണ്ട് എന്നുള്ളതിനാണ് യെസ് എന്ന് പറഞ്ഞത്. ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട്. ഐ റിപ്ലൈഡ്, ഞാൻ തിരിച്ചു പറഞ്ഞു. ഓക്കെ, ഐ റിപ്ലൈഡ്. അടുത്തത്, സൂൺ ആഫ്റ്റർവേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. പെട്ടെന്ന്, സൂൺ ആഫ്റ്റർവേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, ആ പറഞ്ഞതിന് ശേഷം. സൂൺ എന്ന് വെച്ചാൽ പെട്ടെന്ന്, ആഫ്റ്റർവേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞതിന് ശേഷം. സംതിങ്, എന്തോ ഒന്ന്. ഓക്കെ, എന്താണെന്ന് എനിക്കറിയില്ല. സംതിങ് ഹെവി, വളരെ ഭാരമുള്ള എന്തോ ഒന്ന്. ലാൻഡഡ്, ലാൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു വീണു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, വന്നു വീണു, ലാൻഡഡ്. ബിസൈഡ് മീ, എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോസ് ആൻഡ് സംതിങ് സോഫ്റ്റ്. അവിടെ എന്താണ് ഞാൻ കണ്ടത്? ആ വീണ സാധനത്തിൽ പേപ്പറിൽ പൊതിഞ്ഞ്, ത്രൂ ദി പേപ്പർ, ആ പേപ്പറിൽ പൊതിഞ്ഞ്, ഐ ഫെൽറ്റ്, എനിക്ക് അനുഭവപ്പെട്ടു, സെവറൽ ലോസ് ആൻഡ് സംതിങ് സോഫ്റ്റ്, അതായത് എനിക്ക് കുറച്ച് മൃദുവായ എന്തോ ഒന്ന് ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് റൊട്ടിയായിരുന്നു. ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടി കഷ്ണങ്ങളായിരുന്നു. സോഫ്റ്റ്, വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം. ആ സോഫ്റ്റ് ആയിട്ട് ഞാൻ കണ്ട സാധനം. ഓക്കെ, സംതിങ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്. വിച്ച് ലേറ്റർ, പിന്നീട്. ടേൺഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, അത് എനിക്ക് തിരിച്ചറിഞ്ഞു. എന്താണെന്നാണ് തിരിച്ചറിഞ്ഞത്? ടേൺഡ് ഔട്ട് ടു ബി ജാം. ജാം എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ജാം ആണെന്ന്. വാർപ്പ്ഡ്, വാർപ്പ്ഡ് എന്ന് വെച്ചാൽ പൊതിഞ്ഞു. ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ, അത് എന്തിനകത്താണെന്നാണ് എന്തിലാണ്? ഗ്രീസ് പ്രൂഫ് പേപ്പർ, അതായത് ഈ ഗ്രീസ് പ്രൂഫ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രീസ് എന്ന് പറയുന്നത് ജാം പോലെ കുഴഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പൊ ആ സാധനം എടുക്കുന്ന പേപ്പറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് പുറത്തേക്ക് പോകാതെ പൊതിഞ്ഞ് തന്നെ ഇരിക്കും ഗ്രീസ്. അതുപോലെയുള്ള പേപ്പറിൽ പൊതിഞ്ഞ് ഇദ്ദേഹത്തിന് അയാൾ എന്താണ് കൊടുത്തത്? കുറച്ച് ജാമും അതുപോലെ തന്നെ കുറച്ച് ഈ റൊട്ടിയും കൊണ്ടു കൊടുത്തു. ഐ ക്വിക്ക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്. ഞാൻ പെട്ടെന്ന് ആ പൊതി എന്ത് ചെയ്തു? ഒരു വശത്തേക്ക് ഇട്ടു. ഞാൻ ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ, പുട്ട് ദ പാക്കേജ്, ആ പൊതി ഇട്ടു, ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക്, ആൻഡ് കോൾഡ്, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, വെയിറ്റ് എ മൊമെന്റ്, ഒരു നിമിഷം നിൽക്കണമേ. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യന്റ്. എന്താണ് പറയുന്നത്? ദ വോയിസ് എന്ന് വെച്ചാൽ ശബ്ദം. ഇൻ ദ ഡാർക്ക്, ആ ഇരുട്ടിലുണ്ടായിരുന്ന ശബ്ദം. സൗണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടു. എങ്ങനെ? ഇംപേഷ്യന്റ്, അതായത് അക്ഷമയോടുകൂടി ആ ഇരുട്ടിൽ നിന്നും ഞാൻ ശബ്ദം കേട്ടു. വാട്ട്സ് ഇറ്റ്, എന്തിനാണ് എന്നുള്ള അർത്ഥത്തിലാണ് വാട്ട്സ് ഇറ്റ്, എന്തിനാണ്. ഹറി അപ്പ്, വേഗം വരൂ എന്നുള്ള അർത്ഥത്തിലാണ്. ഹറി അപ്പ്, പെട്ടെന്ന് വാ എന്നാണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു നിമിഷം നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വെയിറ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഹറി അപ്പ്, വേഗം വാ എന്ന് പറഞ്ഞു. ദ ഗാർഡ്സ് സോ മീ കം ഇൻ ഹിയർ. ആ ഗാർഡ്സ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. ഗാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവൽക്കാർ. അപ്പൊ ആ കാവൽക്കാർ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. നീ വേഗം വാ, കം ഹിയർ. ആൻഡ് ഐ മസ്റ്റ് നോട്ട് സ്റ്റേ ലോങ്. ഞാൻ കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ ആവില്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ അധിക സമയം നിൽക്കുവാനാകില്ല. കാരണം ഗാർഡ്സ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഹാങ് ഓൺ ഫ്യൂ മോർ വീക്സ്. എന്നിട്ട് പറയുകയാണ്,
ഏതാനും ആഴ്ചകൾ കൂടി നീ ഹാങ് ഓൺ എന്ന് വെച്ചാൽ ഹാങ് എന്ന് വെച്ചാൽ തൂങ്ങുക എന്നാണ്. പക്ഷെ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പിടിച്ചു നിൽക്കണമെന്നാണ്. ജസ്റ്റ് ഹാങ് ഓൺ ഫ്യൂ മോർ വീക്സ്, ഒരു കുറച്ച് ആഴ്ചകളോടെ നീ എങ്ങനെയെങ്കിലും ഈ കഷ്ടപ്പാടിൽ പിടിച്ചു നിൽക്ക്. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലാസ്റ്റ്. എന്നിട്ട് പറയുകയാണ്, നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കൂ, ഈ യുദ്ധം അവസാനിക്കും. എപ്പോഴാണ്? സ്പ്രിങ് തുടങ്ങി കഴിയുമ്പോഴേക്കും വസന്തകാലമാവും. സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസന്തകാലം. അപ്പൊ ഈ വസന്തകാലമാകുമ്പോഴത്തേക്കും വാർ വിൽ ബി ഓവർ, യുദ്ധം തീരും. ബൈ സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസന്തകാലം. അറ്റ് ദ ലാസ്റ്റ്, ഈ വസന്തകാലത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്കും എന്താണ്? അവസാനിക്കും. എന്താണ് പറയുന്നത്? വസന്തമാകുമ്പോഴേക്കും ഈ യുദ്ധം അവസാനിക്കും. ദ വോയിസ് ഫെൽ സൈലന്റ്. ദ വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ വോയിസ് എന്ന് വെച്ചാൽ ശബ്ദം. ഫെൽ സൈലന്റ്, ശബ്ദം നിലച്ചു. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദെയർ, ആ ഓഫീസർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. സ്റ്റിൽ ദെയർ, അവിടെ ഉണ്ടോ എന്ന്. ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, അദ്ദേഹം പോയോ എന്നും എനിക്കറിയില്ല. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ, പക്ഷേ പെട്ടെന്ന് അയാൾ വീണ്ടും സംസാരിച്ചു. അയാൾ പിന്നെയും സംസാരിച്ചു. യു മസ്റ്റ് ഹാങ് ഓൺ, നീ ഈ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ നീ ഈ സഹനങ്ങൾ സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. ഡു യു ഹിയർ, നീ കേൾക്കുന്നുണ്ടോ? ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, അയാളുടെ അദ്ദേഹത്തിന്റെ ആ ശബ്ദം എങ്ങനെയാണ്? വളരെ കഠിനമായിട്ട് അല്ലെങ്കിൽ കർക്കശമായ ശബ്ദത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സൗണ്ട് ഹാർഷ്, ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വെർ ഗിവിംഗ് ആൻ ഓർഡർ. അതായത് ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഒരു ഓർഡർ കൊടുക്കുന്ന രീതിയിൽ കർക്കശമായ ശബ്ദത്തിൽ പറയുകയാണ്. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, അദ്ദേഹത്തിന്റെ ഒച്ച കർക്കശമായിട്ട് കേട്ടു. ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വെർ ഗിവിംഗ് ആൻ ഓർഡർ, അദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഓർഡർ കൊടുക്കുന്നത് പോലെ. കൺവിൻസിങ് മീ, അതായത് എനിക്ക് എന്താന്ന് പറയുന്നത്, കൺവിൻസ് ചെയ്യുന്ന രീതിയിലായിരുന്നു, അല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിങ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. അൺയീൽഡിങ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ ഒരു ഉറപ്പ്. അദ്ദേഹം വളരെയധികം ഉറപ്പോടുകൂടി തന്നെയാണ് അദ്ദേഹം കർക്കശമായ ശബ്ദത്തിൽ, അൺയീൽഡിങ് അതായത് അചഞ്ചലമായ വിശ്വാസം എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അൺയീൽഡിങ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്, ആ യുദ്ധം എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവസാനിക്കുമെന്ന്. only then I did hear the quiet sound of the attic door closing. only then, അപ്പോഴാണ് എന്താണ്? ഐ ഹിയർ, ഞാൻ കേട്ടത്. ദ ക്വയറ്റ് സൗണ്ട്, വളരെ ശാന്തമായ ഒച്ച. ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിംഗ്, ആ ആറ്റിക് ഡോറിന്റെ അടയ്ക്കുന്നതിന്റെ ഒച്ച ഞാൻ വളരെ നിശബ്ദമായിട്ട് കേട്ടത് അപ്പോഴാണ്. ഇനി നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്കാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഫ്. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, അതായത് ഒരു കുറച്ച് ആഴ്ചകളോടെ നീ പിടിച്ചു നിൽക്കൂ. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലാസ്റ്റ്, ഈ സ്പ്രിങ്ങോട് കൂടി അല്ലെങ്കിൽ വസന്തകാലത്തോടു കൂടി വാർ വിൽ ബി, യുദ്ധം ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരും. ഓക്കെ, വാട്ട് സർപ്രൈസിങ് അബൌട്ട് ദി സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റിൽ എന്ത് അതിശയമാണ് നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്ത് അതിശയമാണ്, ഈ പ്രസ്താവനയിൽ നമ്മളെ അതിശയപ്പെടുത്തുന്നത് എന്താണ്? ദ ഓഫീസേഴ്സ് വേർഡ്സ് ആർ അൺഎക്സ്പെക്റ്റഡ്ലി മൂവിങ്, അതായത് ഈ ഓഫീസറിന്റെ വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുകയായിരുന്നു. ഓക്കെ, മൂവിങ്. ഗിവിങ് ഹൗ ഡീപ്ലി ഹി കൺസേൺഡ് ഫോർ സ്പിൽമാൻ, ഇത് നമ്മളെ കാണിച്ചു തരികയാണ്. ഹൗ ഡീപ്ലി, എത്രമാത്രം ആഴത്തിൽ. ഹി കെയർഡ് ഫോർ സ്പിൽമാൻ, അദ്ദേഹം ഈ സ്പിൽമാനെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു, പരിപാലിക്കുന്നുണ്ടായിരുന്നു. പോളിഷ് ജൂ, ഒരു പോളിഷ് ജൂവിനെ ഈ ജർമ്മൻ പട്ടാളക്കാരൻ എത്രമാത്രം ആഴത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവെയർ ഓഫ് സ്പിൽമാൻസ് ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി, അവൻ മനസ്സിലാക്കിയിരുന്നു സ്പിൽമാൻസ് ഫിയർ, അദ്ദേഹത്തിന്റെ പേടിയും അൺസർട്ടനിറ്റിയും, ഉറപ്പില്ലാതെ. ഹി ട്രൈഡ് ടു റീഅഷ്യൂർ ഹിം, ഈ ഓഫീസർ അവനെ എന്ത് ചെയ്തു? ഈ സ്പിൽമാനെ റീഅഷ്യൂർ ചെയ്തു, ഉറപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. സ്പീക്കിംഗ് വിത്ത് ദ ഫേം കൺവിക്ഷൻ ഓഫ് എ മിലിറ്ററി കമാൻഡ്, ഒരു മിലിറ്ററി ഓഫീസറുടെ ആ ഒരു കൺവിക്ഷനോട് കൂടിയുള്ള, അതായത് ഉറപ്പോട് കൂടിയുള്ള ആജ്ഞയുടെ സ്റ്റൈലില് ഇവനെ
ഉറപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. ഏർജിങ് ഹിം ടു ഹോൾഡ് ഓൺ ജസ്റ്റ് എ ഫ്യൂ മോർ വീക്സ്. അദ്ദേഹത്തോട് കുറച്ചാഴ്ചകളോടെ പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. ഹിസ് ടോൺ ക്യാരിഡ് ബോത്ത് ഒതോറിറ്റി ആൻഡ് കമ്പാഷൻ. അവന്റെ ആ ശബ്ദത്തിന്റെ ആ കർക്കശം എന്തെല്ലാമാണ്? ഒന്ന് അധികാരവും അല്ലെങ്കിൽ കർക്കശവും, അതുപോലെ തന്നെ കമ്പാഷൻ ദയയും കാണിക്കുന്നതായിരുന്നു. ആസ് ഇഫ് ഹി ട്രൂലി ബിലീവ്ഡ്. എന്താണ്? അവൻ ശരിക്കും വിശ്വസിച്ചിരുന്നു. വാർ വുഡ് സൂൺ എൻഡ്. യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കും. ആൻഡ് ഹി വാസ് ഡിറ്റർമൈൻഡ്. അതുപോലെ തന്നെ ആ ഓഫീസർ വാസ് ഡിറ്റർമൈൻഡ്, തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ടു സീ, അവനെ കാണുവാനായിട്ട്. സ്പിൽമാൻ സർവൈവ്. സ്പിൽമാൻ ഈ യുദ്ധകാലഘട്ടത്തിൽ സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിജീവിക്കുന്നത് കാണുവാനായിട്ട് ഉള്ള ഒരു ആജ്ഞ അവനിൽ ഉള്ളതായിട്ട് അവന്റെ ശബ്ദത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അടുത്തതായിട്ട് ജി എന്ന് പറയുന്ന ചോദ്യമാണ്. ഓക്കെ, ജി. വാട്ട് ഡസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഓഫീസർ and Spillman conversation between the officer and Spillman reveal about the bond between them. എന്താണ് ഈ കോൺവെർസേഷൻ, സംഭാഷണം, ബിറ്റ്വീൻ തമ്മിൽ, ദ ഓഫീസറും സ്പിൽമാനും റിവീൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എബൌട്ട് ദ ബൗണ്ട്, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം, ബിറ്റ്വീൻ ദം അവർ തമ്മിലുള്ള ബന്ധം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഓഫീസർ, ആ കോൺവെർസേഷൻ ഏതാണ്? ഓഫീസറും അവനും തമ്മിലുള്ളത്. ആൻഡ് സ്പിൽമാൻ റിവീൽസ്, നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എ ഡീപ്പ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ബൗണ്ട് ഓഫ് എംപതി, അതായത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ് അവിടെ നമുക്ക് അവര് വെളിപ്പെടുത്തി തരുന്നത്. ഓക്കെ, എംപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ബൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധം, അതുപോലെ തന്നെ എംപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പൊ പരസ്പരം മനസ്സിലാക്കുന്നു, വളരെ ആഴത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ദോ ദേ ബിഗാൻ ആ സ്ട്രേഞ്ചേഴ്സ്, അവർ രണ്ടുപേരും പരസ്പരം അറിയില്ലാത്ത അപരിചിതർ, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് ബിഗാൻ തുടങ്ങിയതെങ്കിലും ദേ ഫോംഡ് എ ക്വയറ്റ് ബ്രദർലി കൺസേൺ, അവരെന്ത് ചെയ്തു? ഫോംഡ്, രൂപപ്പെടുത്തിയെടുത്തു. എ ക്വയറ്റ് ബ്രദർലി, സഹോദരന്മാരുള്ള കണക്ഷൻ, ബന്ധം. ഇൻ ജസ്റ്റ് ഫ്യൂ ഡേയ്സ്, കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അവരൊരു സഹോദരന്മാരെ പോലെയുള്ള ബന്ധം വളർത്തിയെടുത്തു. ദ ഓഫീസർ വാസ് ഡിറ്റർമൈൻഡ് ടു സേവ് സ്പിൽമാൻസ് ലൈഫ്, ആ ഓഫീസർ ഡിറ്റർമൈൻഡ്, തീരുമാനിച്ചുറപ്പിച്ചു, ടു സേവ്, രക്ഷിക്കുക, സ്പിൽമാൻസ് ലൈഫ്, സ്പിൽമാന്റെ ജീവിതം. ആൻഡ് സ്പിൽമാൻ ഇൻ ടേൺ, അതിന് പകരമായിട്ട് റെസ്പോണ്ടഡ് വിത്ത് ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസം, ആൻഡ് റെസ്പെക്ട്, ബഹുമാനത്തോടു കൂടി, ഓൾമോസ്റ്റ് ആസിഫ് ഒബേയിങ്, ഏകദേശം ഹി ഈസ് ഒബേയിങ്, അനുസരിക്കുന്നു. ദ കമാൻഡ് ഓഫ് എ പ്രൊട്ടക്റ്റീവ് എൽഡർ ബ്രദർ, ഒരു സംരക്ഷണം നൽകുന്ന മൂത്ത സഹോദരന്റെ ആജ്ഞ അനുസരിക്കുന്നത് പോലെ സ്പിൽമാൻ ആ ഓഫീസറുടെ ആജ്ഞയെ അംഗീകരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് ആസിഫ് ഒബേയിങ്, അംഗീകരിക്കുന്നു. ദ കമാൻഡ് എന്ന് വെച്ചാൽ ആജ്ഞ, ഓഫ് എ പ്രൊട്ടക്റ്റീവ്, സംരക്ഷിക്കുന്ന, ഓൾഡർ വൈൽ, മൂത്ത, ബ്രദർ, സഹോദരൻ. അപ്പൊ ഒരു മൂത്ത സഹോദരന്റെ ആജ്ഞയെ അനുസരിക്കുന്നത് പോലെ അയാൾ അനുസരിക്കുകയായിരുന്നു ആ കമാൻഡറുടെ ആജ്ഞകൾ. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം.